ഷെഫ് നളൻ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിന് വേണ്ടി ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോവാം. ആരെന്നല്ലേ? നമ്മുടെ സ്വന്തം ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി റെഡിയല്ലേ? ലൈവ് ഗ്രില്ല്, ലൈവ് ഫുഡ്. ഓക്കെ, ആരെവിടെ? ആഹാ, ഓ താങ്ക് യു. ഒരു പ്ലാറ്ററാണ് നമ്മുടെ ടൊഡി ടാപ്പ് റൂമിൻ്റെ സ്പെഷ്യാലിറ്റി. ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും, ലൈവായിട്ട് കുക്ക് ചെയ്ത് കഴിക്കും. അപ്പോൾ എങ്ങനെയാ പണി തുടങ്ങിയാലോ? ഓക്കെ. ടാപ്പ് റൂം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ വേ ഓഫ് ഹാൻഡിലിംഗ് ബിയർ പാർലേഴ്സ് ആൻഡ് അതർ തിങ്സ്. അതിനെ കേരളീകരിച്ചിട്ട് ടൊഡി ടാപ്പ് റൂം, ടാപ്പിൽ നിന്നും അടിക്കുക എന്നുള്ള ഇതുണ്ടോ? ടാപ്പ്, അപ്പം ടാപ്പിനകത്ത് ഒഴിക്കുക, കഴിക്കുക. അതാണ് ടാപ്പ് റൂമിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ ലൈവ് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ലൈവായിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. റെഡിയല്ലേ? ഇത് ഒരു കാസ്റ്റ് അയൺ, അതിലേക്ക് നമ്മൾ ഇത് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കുക്കിംഗ് ഇഷ്ടമാണോ? കഴിക്കാൻ ഇഷ്ടമാണ്. ആ, നല്ല ഉത്തരം. സാധാരണ കുക്ക് ചെയ്യിപ്പിച്ച് കഴിക്കുന്നതാണ് എൻ്റെ ജോലി. ഇന്ന് ലക്ഷ്മിക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ലൈവായിട്ട് ഗ്രില്ല് ചെയ്യാം. എന്തൊക്കെയാണ് ഫേവറേറ്റ് ക്യൂസീൻസ്? എന്തൊക്കെയാണ്? ബീങ് മലബാറി, ലൈക്ക് തലശ്ശേരി ചിക്കൻ. തലശ്ശേരി പരിപാടികളാണ്. ഇത് തലശ്ശേരി അല്ല, ഇത് തെക്കൻ, വടക്കനല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ഗ്രില്ല് ചെയ്ത് തരും, ഇത് ചൂടാവുന്നതനുസരിച്ച്. അതേപോലെ ചിക്കനുണ്ട്, ഫിഷുണ്ട്, കുറച്ച് പനീറുണ്ട്. പനീറൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ നമുക്ക് ബട്ടറില്ല നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകാം. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ശരണ്യ ബാക്കിൽ നിന്ന് വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ശരണ്യെ പേടിച്ചിട്ട് ഇതെന്താണ്? ഉപ്പ്. കഴിയും, ദൃഷ്ടി കളഞ്ഞു. നമുക്ക് പണി തുടങ്ങാം. ഈ ഷാപ്പിലെ ഡിഷസും നോർമൽ റെസ്റ്റോറൻറ്റ്സിലെ ഡിഷസും തമ്മിൽ എന്താ വ്യത്യാസം? ഷാപ്പ് ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. പിന്നെ നോർമൽ റെസ്റ്റോറൻറ്റ് ബേസിക്കലി ഷാപ്പിലെ ഫുഡിന് ശകലം എരിയും പുളിയും കൂടുതലായി. പിന്നെ നോർമൽ റെസ്റ്റോറൻറ്റ്സിലൊന്നും ഷാപ്പിലെ കറികളില്ല. പക്ഷെ ഷാപ്പിൽ എല്ലാ നോർമൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫുഡും കൂടെ വയ്ക്കാം. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ഇവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളത്. നമ്മളിവിടെ ചൈനീസും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കാരണം ചൈനയിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു, മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തിൽ തുടങ്ങാം? പൊട്ടറ്റോസിൽ തുടങ്ങാം. പൊട്ടറ്റോസ് ഇഷ്ടമാണോ? പൊട്ടറ്റോസ് നമ്മളിങ്ങനെ ലൈവായിട്ട് സംസാരിക്കുക, ഷാപ്പിൽ വരിക, അല്ലേ, ഗ്രില്ല് ചെയ്യുക. കുറച്ചേ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പഠിച്ചുകൊണ്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് ടൊമാറ്റോസ് ഗ്രില്ല് ചെയ്യാം, അല്ലേ? ഇല്ല, കഴിക്കാനാണ് ഇഷ്ടം. നല്ലോണം കുക്ക് ചെയ്ത് നല്ല ഫുഡ് ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഒരു പാഷനേറ്റ് കുക്കൊന്നുമല്ല. ഉണ്ട്. മിക്കവാറും ചെയ്യുന്നതെല്ലാം അടിപൊളിയായിട്ട് തന്നെ. അതെ, നമുക്ക് വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഇത് രണ്ടും ഒരു യോഗമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞ ഡൈൻ ലൈക്ക് എ കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇതുവരെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഇതാണെങ്കിൽ ലൈവായിട്ട് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രത്യേകത. ഇവിടെ എൻ്റെ ഒരു ആഗ്രഹം, ഇപ്പം സിസ്റ്റർ ഫാമിലി ആയിട്ട് വരുന്നു, അല്ലേ? ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ആഗ്രഹം കുറച്ച് നേരം സംസാരിച്ച് ഇതാണ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച്, ഇതിൻ്റെ വാസന എങ്ങനെയുണ്ട്? നല്ല സ്മെല്ല് അല്ലേ? അതെ, നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞ ഫ്ലേവർ എന്നാണ്. അതെ, ഇതിലേക്ക് നമ്മളിങ്ങനെ സോൾട്ട് എടുത്തിട്ട് അതെ, അത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സോൾട്ട് വേ എന്ന് പറയും. നമ്മൾ കോപ്പി അടിച്ചെന്നാവും. എന്തിനാ വെറുതെ? ഒരു സർവീസ് പ്ലേറ്റ് തരൂ. ആരെവിടെ? സിമ്പിളായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്താൽ കഴിക്കുക. നമ്മളുടെ മസാലാസുണ്ട്, അതൊരു സ്പെഷ്യാലിറ്റിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൊറിയൻ വേയിലും ചൈനീസ് വേയിലും ഒക്കെ ഇങ്ങനെ ഇപ്പോൾ അല്ലെങ്കിൽ ഇറ്റാലിയനൊക്കെയാണ്. പിന്നെ നമ്മൾക്ക് ഇത് കേരളത്തിൽ കൊണ്ടുവരിക, അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റുക. ഒന്നും ഹാഫ് കുക്ക്ഡ് അല്ല, ഇപ്പോൾ ലൈവായിട്ട് ചെയ്യാം. ഒരു സാധനം പോലും നമ്മൾ ഹാഫ് കുക്ക് ചെയ്യില്ല. താങ്ക് യു. നമ്മളിത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരും. അപ്പോൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കഴിക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ എൻജോയ് ചെയ്ത് ഒരു ഗ്ലാസ് മധുരമൊക്കെ കഴിച്ച്, സ്നേഹമുള്ള മധുരം, അല്ലേ? പ്രിയപ്പെട്ടവരാരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു ഡിഷ് എന്തോ? അങ്ങനൊന്നുമല്ല. പ്രിയപ്പെട്ടവർ വന്നുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെ വളരെ അപൂർവമായിട്ട് വളരെ വേണ്ടപ്പെട്ടവർ വരുമ്പോൾ തന്നെയാണ്.
നമുക്കതൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കുക. പിന്നെ ചില ആൾക്കാർ ആഗ്രഹം പറയും, നമുക്ക് ഇന്നത് കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പറയും. ഈ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിച്ചു കൊടുക്കും അല്ലേ? അതെ. നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇടുന്നു. ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ എങ്ങനെയാ സ്പൂൺ നമ്മൾ ഇപ്പോൾ എന്താ പറയണേ റെസിപ്പിയൊക്കെ കാണുമ്പോൾ ഒരു സ്പൂൺ വൈസ് അല്ലേ പറയവര്, ടീസ്പൂൺ ടേബിൾ സ്പൂൺ. റെസ്റ്റോറൻറ്റ്സിലും സെയിം ആ ഒരു ഇത് തന്നെയാണോ? ഒരു സ്പൂൺ വൈസ് അളവ് ഒക്കെ ചെയ്യുന്ന കോണ്ടിനെൻ്റൽ ചൈനീസിനൊക്കെ. കേരളീയൻ ഡിഷസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു കൈക്കണക്കുണ്ട്. ഓരോ കൈക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പം ഞാനൊരു 2 മുട്ട പൊട്ടിച്ചു താങ്കൾക്ക് തരുന്നു, എന്നിട്ട് താങ്കൾ അത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാനത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ക്യാമറ യൂണിറ്റ് എല്ലാവരും കുക്ക് ചെയ്യാൻ. ഓരോ ഓംലെറ്റിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അറിയാമോ അതിനെപ്പറ്റി? സെയിം മുട്ട, കറക്റ്റ് അല്ലേ? സെയിം മുട്ട, സെയിം അണിയൻ, പക്ഷേ ലക്ഷ്മി കുക്ക് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ലക്ഷ്മിയുടെ അമ്മ കുക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ശരണ്യ കുക്ക് ചെയ്യുന്ന വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കൈക്കും ഒരു വിസ്മയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? അടിപൊളി. ഇങ്ങനെയൊക്കെ ഒരു കള്ള് ഷാപ്പ് ഇന്ത്യയിൽ വേറെ ഉണ്ടോ? ഇല്ല. ഈ കുറെ പഴയ ഡിഷസില് നമ്മള് പുതിയതായിട്ട് ആൾക്കാർ ഇപ്പോഴും ഒരു വിസ്മൃതിയിലാണ്ട് പോയ കുറെ വിഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഡിഷ്? ചമ്മന്തികൾ. വേൾഡിൽ തന്നെ എത്ര ടൈപ്പ് ചമ്മന്തി ഉണ്ട്? ഇന്ത്യയിൽ തന്നെ എത്ര ടൈപ്പ് ചമ്മന്തിയാണ് നമുക്കുള്ളത്? നമ്മളെന്തിനാ ഈ ബാക്കിയുള്ള ഡിഷ്? ഒരു ചമ്മന്തിയും ചോറും അല്ലെങ്കിൽ ഒരു മുളകുടച്ച, വെറും അല്പം മുളകുടച്ചത്, ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഇച്ചിരി ചോറും ഇട്ട് ഞെവിടി തൈരുമായിട്ട് കഴിച്ചാൽ അല്ലേ ഹല്ലേലൂയല്ലേ? അല്ലേ? പിന്നെ നമ്മളെന്തിനാ ഈ പറയുന്ന റോക്കറ്റ് സയൻസിൻ്റെ ഒക്കെ പിറകെ പോകുന്നത്? ഇപ്പോൾ നമ്മൾ വളരെ ഓതൻറ്റിക് ആയിട്ടൊരു സാധനമൊക്കെ ഇതിനകത്ത് വേറെ മസാലാസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? വേറെ ഒരു മസാലയില്ല, കാണുന്നില്ലേ? നമ്മൾ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. ആണോ അല്ലയോ? നമ്മൾ ഓരോരുത്തരായിട്ട് റെഡിയായി പ്ലേറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇത് കഴിക്കുമ്പോൾ കുറച്ച് അണിയൻസ് ഒക്കെ ഒന്ന് കാരമലൈസ് ചെയ്ത് ഇരിക്കട്ടെ. അപ്പോൾ ഇതേ ബാക്കി പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഗ്രില്ലായി വരും. പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഗ്രില്ലായി വരുമ്പോൾ നമുക്കതെടുത്ത് കഴിക്കാം. ഷൈൻചേട്ടന് ഉണ്ടാക്കാൻ ലേശം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഡിഷ് ഉണ്ടോ? ഞാൻ എന്തുണ്ടാക്കുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടാണ്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് എന്നൊരു ചിന്ത വരാറില്ല. അങ്ങനെ ചിന്തിക്കാതെ തന്നെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്, അല്ലേ? നമ്മൾ ഏത് ചെയ്താലും അതിനൊരു ചൈതന്യമുണ്ട്. നമ്മളങ്ങനെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഷോക്കേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്തിട്ടോ വരിക. ഇപ്പം ഞാൻ ഈ ചിക്കൻ ചെയ്യുന്നു, ഇതിന് നമുക്ക് അതിൻ്റെ പേഷ്യൻസ് ഉണ്ടാകും. നമുക്ക് ഫുഡിനാണ് ഏറ്റവും നല്ല പേഷ്യൻസ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനാണ് പേഷ്യൻസ് തീരെ ഇല്ല, അല്ലേ? അവർക്കെല്ലാം ഫാസ്റ്റ് ഫുഡ് എന്നാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഫാസ്റ്റായിട്ട് പോകും, സ്ലോ ഫുഡ് കഴിച്ചാൽ സ്ലോ ആയിട്ട് പോകും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ കഴിക്കുമ്പം രാജകീയമായിട്ട് കഴിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ദേശി കുറച്ച് തേങ്ങാപ്പാൽ, അതെ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ കേരള സ്റ്റൈലിൽ ആ ചിക്കനെ ഒന്ന് റെഡിയാക്കി എടുക്കാം, അല്ലേ? ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഡിഷ് ഏതാ വീണ്ടും ഉണ്ടാക്കാൻ? പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഹറി ബറി ആയിട്ട് ഇത് തന്നെ പെട്ടെന്നൊരു ചമ്മന്തി അരയ്ക്കുന്നതല്ലേ ഏറ്റവും എളുപ്പം. ഒരു ഓംലെറ്റ് ചടപടയെന്ന് അരിക്കാം, അല്ലേ? പിന്നെ ഒരു ചമ്മന്തി, കറക്റ്റ് അല്ലേ? മോര് കാച്ച. മോരിനെക്കാട്ടി എളുപ്പമാണ് രസം. ഓ, ഞങ്ങൾ രസം കഴിച്ചിട്ടില്ലല്ലോ. ആ മുത്തശ്ശി രസം എന്ന് പേരിടാനുള്ള കാര്യം എന്താ? അത് ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഞ്ജിത എന്ന് പറയുന്ന ഷെഫുണ്ട്. പുള്ളിക്കാരുടെ മുത്തശ്ശിയുടെ റെസിപ്പിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം പറഞ്ഞ്, ഷെഫ് ഇങ്ങനെ എൻ്റെ മുത്തശ്ശിയുടെ ഒരു റെസിപ്പി ഉണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മുത്തശ്ശിക്ക് കൊടുക്കാം ആ ക്രെഡിറ്റ്, അല്ലേ? നമ്മളൊരാൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ആ ക്രെഡിറ്റ് എടുത്ത് ഇപ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓരോ മുത്തശ്ശിമാർക്കും ഓരോ കൈപ്പുണ്യങ്ങളുണ്ട്. ആ കൈപ്പുണ്യം നമ്മൾ എത്രത്തോളം റിമെമ്പർ ചെയ്യുന്നു,
അതിനെ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മളതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കീപ്പ് ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ. ആഹാ, ഇത് കഴിക്കാനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് വ്യക്തിത്വങ്ങളോട് ഉണ്ട്. എങ്കിലും നമുക്ക് നോക്കാം അല്ലേ? കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പറയും ഇതിന്ന് കണ്ണെടുത്തിട്ടില്ല പറയും. നമ്മൾ ചെയ്യുമ്പം ഒരു രസം, ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റേതായ ഒരു ഭംഗിയും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അടിപൊളിയായിരിക്കും അത്. ആ യെസ്. ഈ വീട്ടിലെ ലൈക്ക് വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? വീട്ടിലെ മക്കൾക്ക് ദൈവത്തെ ഓർത്ത് ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഹോട്ടൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിനകത്ത് ഞാൻ വിരോധപ്പെടുന്നതൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഹോട്ടൽ ചൂസ് ചെയ്യുമ്പം അത് ഭയങ്കര ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ്. ഹെൽത്തി എന്ന് പറയുന്നത് ഇന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഒരു 10 രൂപ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളെ മക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. അതല്ലാണ്ട് ഈ പറയുന്ന അൺഹെൽത്തി ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ അൺഹെൽത്തി ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഈ പ്രശ്നം മൊത്തം. ഒന്നുകൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാം, നല്ല കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ആ ഉണ്ട്, മൊത്തം റോസ്റ്റഡ് ആയി. ആ 140 ഡിഗ്രിയിലാണ് നമ്മളതിനെ ഗ്രില്ല് ചെയ്തത്. ആ എങ്ങനെ ആൾക്കാരിപ്പോൾ ചോദിക്കാൻ വന്നത്, ആ കള്ള് ഷാപ്പിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്തൊക്കെ കൊടുക്കുക. കള്ള് ഷാപ്പ് ഗ്രില്ല് ചെയ്ത് കൊടുത്താൽ എന്താ പ്രശ്നം? അല്ലേ അല്ലേ ശരണ്യ? അതെ, ഇതൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ള. അതെ, അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ആഹാ, യെസ്, പനീർ ആയി ആയി. പനീർ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? ഇത് വളരെ സിമ്പിൾ പരിപാടികൾ. സിമ്പിളാണ്, പക്ഷെ ആ ഒരു ഫ്ലേവർ സഹിക്കാൻ പറ്റില്ല. ആണല്ലേ? പോകാം. ടേസ്റ്റ് ചെറിയ ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. ആ ഇതും കഴിക്കും. മൈ ഗോഡ്, ഒന്നുമില്ല, മുളക് പൊടിയില്ല. ഒരു മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല അല്ലേ? പക്ഷെ ഒട്ടും ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നില്ലല്ലേ? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. നമ്മൾ പനീർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ, എൻ്റെ ഫിഷാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡിഷ്. പനീർ പ്യുവർ ആണോ എന്ന് അറിയാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ കുറെ മായം ചേർന്നതും ഇതൊക്കെ എല്ലാം മായം ചേർന്നാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം ബേസിക്കലി ഗ്രേഡ്സ് ഉണ്ട് ഈ ഫുഡിന്. A2 ഗ്രേഡ് ഗീ എന്നൊക്കെ പറയുന്ന ആളൊക്കെ ഇതിനെല്ലാം ഒരു ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അവരെല്ലാം ഫുഡ് ക്വാളിറ്റി നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. നമ്മളെ കുട്ടികൾക്കൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗ്രേഡ് നോക്കി തന്നെ ചെയ്യണം. അപ്പോൾ ഓക്കെ, നമ്മളിനി പനീറിലേക്ക് വെക്കണം. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഡിഷസിലൊക്കെ ഒരു ഓത്തന്റിക് ടേസ്റ്റ് വരുന്നുണ്ടോ? വരുമല്ലോ, സംശയമില്ലാത്ത കാര്യമല്ലേ. ഇതാ പനീർ കഴിച്ചോളൂ. ഗ്രിൽഡ് പനീർ ചൂടാണ്. ക്യാമറമാന് തരണമെന്നുണ്ട്, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാനങ്ങ് കഴിക്കുക. ഇങ്ങനെ ഗ്രില്ല് ചെയ്യാം. മസാലാസ് ഇടാം. ഗരം മസാലയായിരുന്നു നമ്മൾ ഇട്ടത്. ആണോ? ഗരം മസാല ടേസ്റ്റ് ഉണ്ടോ? ഗരം മസാല എന്തൊക്കെയുണ്ട് അതിനകത്ത് പറ. ഞാൻ കണ്ടുല്ലോ, തേങ്ങാപ്പാലിൽ മുക്കി ഗരം മസാല ഇട്ട്. അത് ഗരം മസാല ആണോ? ഫിഷ് മസാലയാണോ? നോക്ക്, എന്ത് മസാല? മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, കുരുമുളകില്ല അല്ലേ? പച്ചമുളകില്ല, ചോന്ന അതുണ്ട്. മൂക്കടിപൊളി കേട്ടോ.
അല്ല ഇലയുടെ ഇതൊക്കെ എടുക്കണേണ്ട. അതെ, മേത്തിയുണ്ട്. വേറെ ഉള്ള ഡിഷസ് ഒന്നും പറയാൻ പറ്റില്ല. ഹെർബ്സ് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുളക് പൊടി, അതാ ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നത് അല്ലേ? മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, കുരുമുളക് പൊടിയില്ല. പക്ഷെ എന്നാലിട്ട് ഒരു വല്ലാത്തൊരു ഒരു ഇത് ടേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? വല്ലാത്തതെന്ന് പറഞ്ഞാൽ മോശമായ യമ്മിയാണ്. അതായത് ഒരിക്കലും കഴിച്ച വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ടെംപ്റ്റിംഗ് വരുന്നില്ലേ? അടിപൊളി, താങ്ക് യു. ഇതിപ്പോ ഷെഫ് ഇവിടെ ഉണ്ടാക്കുന്നതാണോ? അതെ, ഞങ്ങളുടെ തന്നെ സ്വന്തം മസാല. സീക്രട്ട് അങ്ങനെ ഇൻഗ്രീഡിയന്റ് ആണ്. സീക്രട്ട് എന്നാ പറയാൻ പറ്റും. ആർക്കും പറഞ്ഞു കൊടുക്കാത്തതാണ്. പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തൊരു ശിഷ്യനെ കിട്ടിയാലേ പറഞ്ഞു കൊടുത്തൊരു കാര്യമുള്ളൂ അല്ലേ? നമ്മൾ വെറുതെ അതുകൊണ്ട് ചേട്ടനെ മണമൊക്കെ വരുന്നുണ്ടോ? ആ, ലൈവായിട്ട് തന്നെ കുക്ക് ചെയ്ത് തരാം. പ്രശ്നം തരാം. ഓ മൈ ഗോഡ്. അപ്പം കുറച്ച് ഗാർലിക് ഇടാം. ഈ കോക്കനട്ട് ഓയിൽ കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പ് ചെയ്ത ഓയില ലൈക്ക് അതുകൊണ്ട് ഈ ഓരോ ഓയിലിനും അതിൻ്റെതായ ബ്യൂട്ടിയാണ്. നല്ല എണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല എന്താ നല്ലെണ്ണ? എന്താണ് പച്ച എണ്ണ അഥവാ എള്ളെണ്ണ. ഈ എള്ളെണ്ണ പച്ച കളർ ഇരിക്കണം, അതിനെ പച്ചെണ്ണ എന്ന് പറയും. പച്ച കളർ ഇരുന്നാലാണ് അത് നല്ല എണ്ണ. ഇന്ന് പച്ച കളറിൽ എവിടെ എള്ളെണ്ണ കിട്ടുന്നത്? ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഗ്രീഡിയൻസ് നമുക്ക് സത്യസന്ധമായി കിട്ടണം. ഇന്നെല്ലാം കൊമേഴ്ഷ്യൽ നോഡിൽ ആണ് പോകുന്നത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ റിഫൈൻഡ് എന്നും പറഞ്ഞാൽ വരുന്നത്. അത് ഒരു സമയത്ത് പറഞ്ഞിരുന്നു കോക്കനട്ട് ഓയിൽ കഴിക്കരുത്, അങ്ങനെ ഞാനാണ്. പിന്നെ പറയുന്നു കോക്കനട്ട് ഓയിൽ. ഇതൊക്കെ ഒരു ഓരോരുത്തരുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഈറ്റിങ്ങിനെ പറ്റി നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ മനസ്സിലായത്. ഈ ക്വാളിറ്റി ഓഫ് ഈറ്റിംഗ് ഇല്ലാത്തതാണ് ഇന്നത്തെ ആൾക്കാരുടെ ക്വാളിറ്റിയും എല്ലാം താഴെ പോകുന്നത്. അപ്പോൾ ഇതൊരു ലൈവ് വേ ഓഫ് ഈറ്റിംഗ് ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ താങ്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ബിരിയാണിയും കേട്ടോ. ബിരിയാണി ഷെഫിന് വിരോധമില്ലാത്ത ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? അല്ല, എനിക്കിപ്പോ വീട്ടിൽ പെട്ട് വലിയ കാര്യമൊന്നുമില്ല. ഷെഫിന് വിരോധമില്ലെങ്കിൽ ഞാനിങ്ങനെ ഷെഫ് ഉണ്ടാക്കുന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് എനിക്ക് സന്തോഷമുള്ളതേ. എനിക്ക് അങ്ങനെയുള്ള യാതൊരു പേടിയില്ല. വിഷയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമുള്ളത് നമ്മളിവിടെ വന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരും പോകാറില്ല അല്ലേ? എല്ലാവരും നമ്മൾ റാപ്പോ. വളർന്നു വരുന്ന ഷെഫ്സിനോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? വീട്ടിലെ അമ്മമാരുമായിട്ട് കുക്കിംഗ് പഠിക്കുക. നിങ്ങളെയൊക്കെ അമ്മമാരുടെ കയ്യിൽ റെസിപ്പി ഉണ്ട്. നിങ്ങളെയൊക്കെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ കയ്യിൽ റെസിപ്പി ഉണ്ട്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, കോണ്ടിനെൻ്റിൽ പഠിച്ചാലേ നീയൊക്കെ ഷെഫാകത്തോളം. ഒരിക്കലും അല്ല. അവനവൻ്റെ നാട്ടിലെ ഡിഷസ് അതിൻ്റേതായ തനിമയും അതിൻ്റേതായ അഹങ്കാരവും എൻജോയ് ചെയ്യുക. ഓക്കെ? ഇദ്ദേഹത്തിൻ്റെ കൾനറി അക്കാഡമിയിലെ പ്ലേസ്മെൻറ്റ്സും ഉണ്ട് അല്ലേ? ഉണ്ട്. എങ്ങോട്ടൊക്കെയാണ് കൂടുതലും ഇഷ്ടം? എനിക്ക് 100 ഷെഫന്മാർ വേണം. പക്ഷേ വിഷയം കേരളീയൻ കൾനറി അറിയാവുന്ന ഷെഫന്മാരില്ല. പഠിക്കാൻ വന്നാലും ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം ഈ കോണ്ടിനെൻ്റിൽ പഠിച്ചാലാണ് ഷെഫാകുമെന്നാണ്. നമ്മളിപ്പോൾ ചമ്മന്തിയെ പറ്റിയും ചോറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതങ്ങ് വീട്ടിൽ നിന്ന് പഠിച്ചുകൂടെ എന്നാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പം വന്നിരിക്കുന്ന എൻക്വയറി എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിനാണ്, മൾട്ടി ക്യൂസിൻ. 70,000 കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന കണക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഷെഫന്മാരില്ല. എല്ലാവരും പുറത്തോട്ടങ്ങ് പോവുക ചെയ്യുന്നത്. പിന്നെന്ത് ചെയ്യാൻ? ആണോ? എവിടെ പോകാൻ? വെളിയിൽ പോയിട്ട് ഞാനൊരു സംശയം ചോദിക്കാം. ഏത് കഴിക്കണം? ഈ പറയുന്നത്. ഞാനൊരു കാര്യം സംശയം ചോദിക്കാം. ഇപ്പം ഞാൻ ശരണ്യ അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി ഇത് ഇവിടുന്ന് പഠിച്ചെന്ന് വെച്ചു. ഇതും പഠിച്ചിട്ട് ലക്ഷ്മി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉപയോഗിച്ച ഒലിവ് ഓയിലല്ല, അവിടുത്തെ ഒലിവ് ഓയിൽ. അവിടുത്തെ ചീസും ഇവിടുത്തെ ചീസും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. സ്വാഭാവികമായും അവിടുത്തെ സായിപ്പ് എന്താ പറയും, പോയി പാത്രം കഴുകാൻ പറയും. എന്നിട്ട് നമുക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറയും. ഇവിടെ അത് ഓയിലൊക്കെ ഇട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ഒലിവ് ഓയിലിന് 1000 രൂപയാണ്. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ബർഗർ കഴിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒലിവ് ഓയിലിനകത്തൊക്കെ ബർഗർ കഴിക്കണം.
ഒരു ബീഫ് പാറ്റിയൊക്കെ വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 രൂപ 600 രൂപ. ഈ 500 രൂപ 600 രൂപയ്ക്കുള്ള ബർഗർ വിൽക്കുന്ന എത്ര സ്ഥാപനമുണ്ട്, ഈ സ്ഥാപനത്തിലേക്ക് എത്ര മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാർ പോയി കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ബർഗർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കട്ട്ലറ്റ് ആണെങ്കിലും അങ്ങ് കൊടുത്താൽ മതി. അവർക്ക് ബർഗർ എന്ന് പറയുന്ന സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ബട്ടറിലാണ്. ബട്ടറിന് അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. ഈ ബട്ടറിനകത്ത് കുക്ക് ചെയ്യുന്ന ഒരു സാധനം 50 രൂപയ്ക്ക് തരണമെന്ന് പറഞ്ഞാൽ ഈ ബട്ടറിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാനല്ലേ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അല്ലാണ്ട് എനിക്ക് കച്ചവടം നടക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കേരളീയൻ റോ മെറ്റീരിയൽസാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഈ കേരളീയൻ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചാലുള്ള ഗുണം വേൾഡിൽ എല്ലായിടത്തും മലയാളികളുണ്ട്. ഈ മലയാളികളെ സാറ്റിസ്ഫൈ അവർക്കൊന്നും ഈ ബർഗറും പിസയോടൊന്നും വലിയ താല്പര്യമില്ല. NRI മലയാളികൾക്ക് ദോശയും ഇഡലിയും ചെയ്യാൻ അറിയാമെങ്കിൽ 1.5 ലക്ഷം രൂപ സാലറിയാണ്. ദോശ കഴിക്കാൻ അറിയാവുന്നവർക്ക് ജോലി ഉണ്ടോ? ഞാൻ നല്ലോണം കഴിക്കും. ജോലിയില്ല, ഞാൻ വേണമെങ്കിൽ ടേസ്റ്റ് അല്ലേ എല്ലാത്തിനും നമുക്ക് കൊള്ളാവോ കൊള്ളത്തില്ലോ എന്ന് പറയും. അങ്ങനെയും വേക്കൻസികൾ കാണുമായിരിക്കും കേട്ടോ. കാരണം ഇതൊക്കെ ടേസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട് അങ്ങനെ കാറ്റഗറി ഉണ്ട്. പക്ഷെ വിഷയം എന്ന് പറയുന്നത് സ്വന്തം ചിലവിൽ റെസ്റ്റോറൻറ്റ് ഇടേണ്ടി വരും. സ്വന്തം ചിലവ് എന്നെ പോലെ ഞാൻ സ്വന്തം ചിലവ് റെസ്റ്റോറൻറ്റ് ഇടുക, സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു, അടിപൊളി സൂപ്പർ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. 10 പേർക്ക് ജോലിയും കൊടുക്കാം. എന്തോ എൻ്റെ ഓരോ ഇഷ്ടങ്ങളനുസരിച്ച് ഓരോ ദിവസം കുക്ക് ചെയ്ത് വരട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാ നമ്മൾ കുക്ക് ചെയ്യണ്ട, ശമ്പളത്തിന് ആളെ വെച്ചാൽ മതിയല്ലോ. കൂന്തൽ അല്ലേ? ആഹാ, ഞാനിവിടെ പ്ലേറ്റിലേക്ക് കിട്ടിയപ്പോഴേക്കും അവിടെ ഒരാൾ ഫോർക്കൊക്കെ വെച്ച് തുടങ്ങി. അതെ, കൂന്തലിന്റെ ഒക്കെ ഒറിജിനൽ ഫ്ലേവർ ഇല്ലേ അതേപോലെ കിട്ടുന്നുണ്ടല്ലേ? താങ്ക് യു. ഒരു കൈൻഡ് ഓഫ് ഇറ്റാലിയൻ ഡിഷും. കോളിഫ്ലവർ ഒന്നും പറയൂല. ഇതൊക്കെ എന്റെ അമ്മയ്ക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ എന്തോരം കോളിഫ്ലവർ കഴിച്ചതന്നെ. കോളിഫ്ലവർ ഒക്കെ നമ്മൾ തല്ലി തീറ്റിട്ടുള്ള സാധനങ്ങളല്ലേ? സൂപ്പർ സാധനമല്ലേ? ഷൈൻ ചേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്തുവാ അപ്പാർട്ട് ഫ്രം ദിസ് കഞ്ഞി ആൻഡ് ചമ്മന്തി? ഇപ്പം ഈ കഴിച്ചതിനകത്ത് എല്ലാത്തിനകത്ത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഫീൽ ചെയ്യുന്നില്ലേ? ഡെഫിനറ്റ്ലി. ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് ബൈറ്റ് എടുക്കണം, ഓക്കെ, ഒരുമിച്ച് വെച്ചിട്ടേ. കൊടുത്തു ഒരു സ്നേഹസമ്പന്നമായ. എനിക്ക് തോന്നുന്നു KFC ചിക്കനൊക്കെ പുറകെ പോകുന്നല്ലേ? വല്ലാത്തൊരു ഫ്ലേവർ അല്ലേ? KFC പോയാലും പോയില്ലേലും നമുക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്തു കൊടുക്കാം. വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇരിക്കാം അല്ലേ? ടൈം സ്പെൻഡ്. ചെറിയൊരു തട്ടിക്കൂട്ട് ഡിഷസാണ്. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ടോ ഇത് വൈൻഡപ്പ് ചെയ്യണത്. കാരണം ഞാൻ പ്യുവർലി ഒരു വടക്കേ മലബാറിയാണ്. എനിക്ക് എൻ്റെ തലശ്ശേരി ബിരിയാണി, എൻ്റെ കല്ലുമ്മൊക്കെ നിറച്ചതൊക്കെ വിട്ടിട്ട് ഒരു കളിയില്ലായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഇവിടെ വന്നതിന് ശേഷം ഷൈൻ ചേട്ടൻ്റെ ഒരു ഡിഷസ് അത് എനിക്ക് തോന്നുന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം ഒരു എന്താ പറയുക ഫ്ലേവറും ഇതൊക്കെ എന്താ പറയുക ടേസ്റ്റ് വൈസ് ആണെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ഓരോരുത്തരും വന്നൊന്ന് കഴിക്കുക. നമ്മുടെ അമ്മയുടെയൊക്കെ ഒരു എന്താ പറയുക പണ്ടത്തെ ഒരു രുചിയിൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മകളുണ്ടല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ തിരക്കൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് വരിക, കഴിക്കുക. ഇതേപോലെ നമ്മുടെ ഷെഫ് ഇവിടെ 24 എന്താ പറയുക 7 അവൈലബിൾ ആയിരിക്കുമോ? വിളിച്ചിട്ട് വന്ന് ഇതേപോലെ ചൂടോടെ ഉണ്ടാക്കി തരും. സ്നേഹസമ്പന്നമായ ലക്ഷ്മിക്ക് എന്തായാലും ഷെഫിന്റെ വക ഒരു സ്നേഹോപഹാരം. ചൂടുണ്ട് ചെറിയ ഭഗവാനെ എല്ലാവിധ ഭാവങ്ങളും നേരും. അതും കഴിക്കണം. നിനക്ക് വേണ്ടി സ്പെഷ്യൽ സാധനം അല്ല, ചിക്കൻ പൊളി. And as always, dine like a king.